നിറവിലേക്ക് സ്വാഗതം. നാം ഈ ലോകത്തിലായിരിക്കുന്നത് പുണ്യയോഗ്യത നേടാനായിട്ടാണ്. അതിനാൽ ഈ ഭൂമി വിശ്രമത്തിന്റെ ഇടമല്ല, മറിച്ച് ജോലിയുടെയും സഹനത്തിന്റെയും ഇടമാണ്. റിച്ചിയിലെ വിശുദ്ധ കാതറിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ഷാനു ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ഈഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. ഈഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മഞ്ഞനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നു മഞ്ഞനല്ലോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ?
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? നോ എന്ന വിലമതിക്കുന്ന വാക്കിനെ കുറിച്ചാണ് ബ്രദർ ജോയ് തോമസ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസിനോട് ആരോ ഒരാൾ ഒരിക്കൽ ചോദിച്ചു അത്രേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വിലമതിക്കുന്ന വാക്ക് ഏതാണെന്ന്. അതിന് പൈതഗോറസ് പറഞ്ഞ മറുപടി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്ന വാക്ക് നോ എന്നതാണ് എന്നത്രേ. അതെങ്ങനെയാണ് നോ എന്ന് പറയുന്നത് ഒരു വിലമതിക്കുന്ന വാക്കായി തീരുന്നത്? അത് വളരെ നിഷേധാത്മകമായി ചിന്തിക്കേണ്ട ഒരു വാക്കല്ലേ? എന്നാൽ തക്ക സമയത്ത് നോ എന്ന് പറയാൻ സാധിക്കുന്ന ഒരാൾ ധൈര്യശാലിയും ധിഷണാശാലിയും നേരായി ചിന്തിക്കുന്ന ആളുമായിരിക്കും എന്നത്രേ പറയപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെലിസ്ത്യ പട്ടാളം ഈ രാക്ഷസതുല്യനായ മനുഷ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ജനതയെ ചലഞ്ച് ചെയ്യുകയാണ്, അവരെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആകാതെ പരാജയബോധത്തോടെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലിരിക്കുകയാണ്. പട്ടാളം എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെ ഇരിക്കുന്ന സമയം. ഈ സമയത്താണ് തൻ്റെ പിതാവ് കൊടുത്തയച്ച ആഹാരവുമായി ബാലനായ ദാവീദ് അവിടെ എത്തുന്നത്. അവിടെയുള്ള ആളുകളോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇതവൻ്റെ ജ്യേഷ്ഠന്മാർ കണ്ട് അവനെ അവിടെ നിന്ന് ഓടിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും ഈ വിവരമറിഞ്ഞ രാജാവ് അവനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് അവനോട് പറയുകയാണ്, നീ ബാലനാണ്, നിനക്ക് ഇതൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല, യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ ആടിനെ പിടിക്കുവാനായിട്ട് വന്ന ഒരു കരടിയെയും പിന്നീട് ഒരു അവസരത്തിൽ ഒരു സിംഹത്തെയും ഒക്കെ ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ രാജാവിന് ഒരു കച്ചത്തുരുമ്പ് കിട്ടിയതുപോലെയായി. ഇവനെ കൊണ്ടൊരു പക്ഷേ അത് സാധിക്കുമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് രാജാവ് തൻ്റെ കവചവും തൻ്റെ ശിരസ്ത്രവുമെല്ലാം അവനെ ധരിപ്പിക്കുകയാണ്. ദാവീദ് അതിട്ടുകൊണ്ട് ഒന്ന് നടക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവൻ അത് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് സാധിച്ചില്ല. അവനത് പെതുക്കെ ഊരിയിട്ട് അത് തിരികെ ഏൽപ്പിച്ചിട്ട് അവൻ പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. രാജാവേ, ഇതിട്ട് എനിക്ക് ശീലമില്ല, ഈ ലോകപരമായ കവചങ്ങളൊക്കെ ഇട്ട് എനിക്ക് ശീലമില്ല, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അണിയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടാൽ അത് അണിഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് ശീലമില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ധൈര്യത്തോടെ ഒരു നോ എന്ന് പറയാൻ നമുക്ക് സാധിച്ചത്? എനിക്കിത് ശീലമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചത്? ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള സമൂഹ മാധ്യമങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ നമ്മളെ ഒത്തിരി പ്രലോഭിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ ആ പ്രലോഭനത്തിൻ്റെ മധ്യത്തിൽ ചിലതൊക്കെ നമ്മുടെ മുൻപിൽ വന്നപ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ സാധിച്ചോ? നിങ്ങൾ വലിയ കോട്ടകൾ കണ്ടിട്ടില്ലേ? ആ കോട്ടകൾ എത്ര ശക്തിമത്തായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്.
വളരെ ഉയരമുള്ള ഭിത്തികൾ അതിനുണ്ട്, വളരെ വിട്ടുണ്ട് അതിന്, വളരെ വീതിയുള്ള ഉയരമുള്ള ഭിത്തികളാണ് കോട്ടകൾക്കുള്ളത്. ഒരു ശത്രു പെട്ടെന്ന് അതിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റും ഒരു കിടങ്ങ് പണി കഴിപ്പിച്ചിട്ടുണ്ട്, ഒരു ട്രഞ്ച് ഉണ്ട്. പണ്ട് കാലത്ത് അതിൻ്റെ കുറുകെ ഒരു തടിപ്പാലമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രിയാകുമ്പോൾ അത് പൊക്കി അപ്പുറത്തെ സൈഡിലേക്ക് വെക്കും. ഇനി അത് മാത്രമാണോ? ഈ കിടങ്ങ് വളരെ ആഴമുള്ള ഒന്നാണ്, അതിലിറങ്ങിയിട്ട് കയറുക വളരെ പ്രയാസമാണ്. എന്നാൽ ആ കോട്ടയ്ക്കുള്ളിലേക്ക് പിന്നെയും പ്രവേശിക്കണമെങ്കിൽ 3-4 ഗേറ്റുകൾ കടന്നെങ്കിൽ മാത്രമേ, ഇരുമ്പ് ഗേറ്റുകൾ കടന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ കോട്ട ഇത്ര ശക്തിയായി പണിഞ്ഞിരിക്കുന്നത്? ആ കോട്ടയുടെ മുകളിൽ പല ക്യാബിനുകളുണ്ട്. അത് അവിടെ നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും പടയാളികൾ അതിൻ്റെ അകത്തുണ്ടാകും. എന്താണ് അവരുടെ ജോലി? ദൂരെ നിന്ന് ശത്രുക്കൾ വരുന്നെങ്കിൽ കമാൻഡർക്ക് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. ഒരു ശത്രു വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഗേറ്റുകൾ കൊട്ടിയടയ്ക്കുക. എന്തിനാണ് ചെയ്യുന്നത്? ആ കോട്ടയ്ക്കുള്ളിലിരിക്കുന്നത് വളരെ മൂല്യവത്തായ, വിലമതിക്കാനാകാത്ത ഒരാളാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് ഇവരുടെ എല്ലാം ചുമതലയാണ്. അതുകൊണ്ടാണ് അത് ഇത്ര ശക്തിയായി പണിഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കുക. നമ്മുടെ ഹൃദയം എത്ര വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. ചില ഗേറ്റുകളിൽ കൂടെ ചില കാര്യങ്ങൾ അതിലേക്ക് കടന്നു വന്നേക്കാം. നാം നോ എന്ന് പറയേണ്ട ചില കാര്യങ്ങൾ, അത് നമ്മുടെ കണ്ണിൽ കൂടെ കടന്നു വരാം, നമ്മുടെ ചിന്തകളിൽ കൂടെ കടന്നു വരാം, നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെ കടന്നു വരാം, നമ്മുടെ ചെവിയിലൂടെ കടന്നു വരാം. അപ്പോഴൊക്കെ അത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അവിടെ ആ ഗേറ്റ് കൊട്ടിയടച്ചിട്ട് ഇല്ല, നിനക്കിതിൽ പ്രവേശനമില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോ എന്ന് പറയുന്ന വാക്ക് അർത്ഥവത്തായി തീരുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി, അവൻ്റെ അമ്മ അവനോട് എപ്പോഴും പറയുമായിരുന്നത്രേ: മോനെ, നിന്റെ ഉടുപ്പ് ചീത്തയായാലും നിന്റെ ഹൃദയം ചീത്തയാകരുത്. നിന്റെ ഉടുപ്പ് ചീത്തയായാലും നിന്റെ ഹൃദയം ചീത്തയാകരുത്. അവൻ ഇത് എപ്പോഴും മനസ്സിനകത്തിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അമ്മ പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും അലയടിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ സ്കൂളിലെ അധ്യാപകൻ അവർക്കൊരു ഡിക്റ്റേഷൻ ഇട്ടു. ആ ഡിക്റ്റേഷനിൽ എല്ലാ വാക്കുകൾക്കും ശരിയായി ഉത്തരം എഴുതുന്നവർക്ക് ഒരു സമ്മാനം അധ്യാപകൻ വാഗ്ദാനം ചെയ്തു. എല്ലാവർക്കും സമ്മാനം കിട്ടണമല്ലോ എന്നുള്ള ചിന്തയിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതാനും പറഞ്ഞു കൊടുത്ത് എഴുതാനും ഒക്കെ തുടങ്ങി. നമ്മുടെ ഈ കുട്ടി, അവനോടൊരു കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് സമ്മാനം വേണമെങ്കിൽ നീ നോക്കി എഴുതിക്കോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീ എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മയുടെ വാക്കുകൾ ഇപ്രകാരം അലയടിക്കുന്നുണ്ടായിരുന്നു: കുഞ്ഞേ, നിന്റെ ഉടുപ്പ് ചീത്തയായാലും നിന്റെ ഹൃദയം ചീത്തയാകാൻ പാടില്ല. അവൻ അവരോട് പറഞ്ഞു, ഇല്ല, ഞാനൊരിക്കലും തെറ്റായതിന് കൂട്ടു നിൽക്കില്ല. അവൻ കുറേ വാക്കുകൾ തെറ്റിച്ചാണ് എഴുതിയത്. അവൻ വീട്ടിൽ വന്നു. ഒരുപക്ഷെ നിരാശനായിട്ടായിരിക്കാം വീട്ടിൽ വന്നത്. സമ്മാനം എല്ലാവർക്കും കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ പിറ്റേ ദിവസം അവൻ്റെ അധ്യാപകൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. അവൻ്റെ ഭവനത്തിൽ കടന്നു വന്നിട്ട് അവൻ്റെ മാതാവിനോട് പറയുകയാണ്: ഇന്നലെ ക്ലാസ്സിൽ ഒരു ഡിക്റ്റേഷൻ ഇട്ടു. എല്ലാ കുഞ്ഞുങ്ങളും പരസ്പരം അത് നോക്കിയാണ് എഴുതിയതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ നിങ്ങളുടെ മകൻ മാത്രമാണ് ശരിയായ നിലയിൽ അത് എഴുതിയത് എന്നുള്ളതിൽ സംശയമില്ല. ഒരു പ്രലോഭനം വന്നപ്പോൾ അതിന് നോ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു അഭിനന്ദനം, അതാണല്ലോ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ.
ആരും കാണാതെ ഇരിക്കുമ്പോൾ നാം എന്തായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് കാണുന്നു, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പൻ അവനോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു. ആ അഗാധമായ സ്നേഹത്തിൻ്റെ പ്രദർശനം അവൻ്റെ സഹോദരന്മാരിൽ അസൂയയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരുന്നു? അവനൊരു പൊട്ടക്കിണറ്റിലും അവിടെ നിന്ന് തുടർന്ന് ഫറോ രാജാവിൻ്റെ അകമ്പടി നായകനായ പൊത്തിഫേറിൻ്റെ വീട്ടിലും അവൻ ചെന്നു. പൊത്തിഫേറിൻ്റെ വീട്ടിൽ അവനായിരിക്കുമ്പോൾ അവിടെ ആരുമില്ലാത്ത ധാരാളം സന്ദർഭങ്ങളുണ്ടായിരുന്നു, ധാരാളം സമയങ്ങളുണ്ടായിരുന്നു. പൊത്തിഫേറിൻ്റെ ഭാര്യ അവനെ പല പ്രാവശ്യം പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അവനോടൊപ്പം ശയിപ്പാനൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജോസഫ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോട് ഈ ദോഷം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ജോസഫിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ ഇരിക്കുന്നിടത്തും ഞാൻ നടക്കുന്നിടത്തും ഞാൻ പോകുന്നിടത്തുമെല്ലാം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഒരു നോ പറയേണ്ട സ്ഥാനത്ത് അവൻ നോ പറയാൻ പറ്റി. അവൻ അപ്രകാരം നോ പറഞ്ഞതുകൊണ്ട് അവനെ നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയാമോ? ഈജിപ്തിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്താണ്. ഇതുപോലെ മറ്റൊരാളാണ് ദാനിയേൽ. ദാനിയേൽ പറഞ്ഞു അവന് രാജധാനിയിൽ നല്ല ഭോജനങ്ങൾ കിട്ടുമായിരുന്നു. എന്നാൽ തൻ്റെ പഠനത്തിൻ്റെ വേളയിൽ രാജധാനിയിലെ ഭോജനം ഭുജിക്കുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല. അവൻ പറയുകയാണ്, മലീമസമാക്കപ്പെടുന്ന ഭോജനങ്ങൾ കൊണ്ട് ഞാൻ ഒരിക്കലും മലീമസമാകുകയില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ മലീമസമാക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ കണ്ണാകുന്ന ഗേറ്റിലൂടെയോ കാതാകുന്ന ഗേറ്റിലൂടെയോ ചിന്തയാകുന്ന ഗേറ്റിലൂടെയോ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മെ മലിനപ്പെടുത്തുന്നു എന്ന് തോന്നിയാൽ അതിനെ കൊട്ടിയടയ്ക്കാം. അങ്ങനെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ ധൈര്യശാലിയായ ഒരാളായി മാറുന്നത്, നിങ്ങളുടെ ജീവിതം അർത്ഥമുള്ളതായി തീരുന്നത്, ജോസഫിനെ പോലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തപ്പെടാൻ പറ്റുന്നത്. അപ്രകാരമുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗമ്യ ജെറോം ആലപിക്കുന്ന അതിരുകളില്ലാത്ത സ്നേഹം എന്ന ഗാനമാണ് അടുത്തത്. ആസ്വദിക്കാം.
ട്രിച്ചിയിലെ വിശുദ്ധ കാതറിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നാം ഈ ലോകത്തിലായിരിക്കുന്നത് പുണ്യയോഗ്യത നേടാനായിട്ടാണ്. അതിനാൽ ഈ ഭൂമി വിശ്രമത്തിന്റെ ഇടമല്ല, മറിച്ച് ജോലിയുടെയും സഹനത്തിന്റെയും ഇടമാണ്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാൻ